അടുത്ത വാർത്ത എന്താ? അടുത്ത ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു അവിടെ വായു മലിനീകരണം കൂടുകയാണെന്ന്. അപ്പം ഡൽഹിയിൽ കനത്ത പുകമഞ്ഞ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. ശൈത്യകാലത്തെ കൊടും തണുപ്പിനൊപ്പം കനത്ത പുകമഞ്ഞും അന്തരീക്ഷത്തെ ആവരണം ചെയ്തതോടെ ഡൽഹി നിവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളെയും പുകമഞ്ഞ് മറച്ചതോടെ 10 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 0 മീറ്റർ വിസിബിലിറ്റി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. പുകമഞ്ഞ് കാരണം ഡൽഹിയില് വാഹനങ്ങൾ വഴിതിരിച്ചു വിമാനങ്ങള് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, 36 നിരീക്ഷണ സ്റ്റേഷനുകളിലെ 30-ലും വായു നിലവാരം രൂക്ഷമായ വിഭാഗത്തിലായിരുന്നു. അപ്പം ഇപ്പോഴും ഇവിടെ വായു മലിനീകരണവും ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദീപാവലിക്ക് ശേഷമാണ് ഇത്രയും വായു മലിനീകരണം വന്നത്. അപ്പം അവിടുത്തെ 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്, വായു മലിനീകരണം ഉണ്ടെന്ന്. പിന്നെ ഇപ്പൊ കൂട്ടത്തിൽ പുകമഞ്ഞും കൂടി വന്നിട്ടുണ്ട്. എന്താ ചെയ്യല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നായിരുന്നു നമ്മുടെ മണിപ്പൂർ. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ 5 പേരെ കണ്ടെത്തിയെന്നും, പക്ഷെ 2 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും കണ്ടെത്തിയെന്ന്. അപ്പം വീണ്ടും മണിപ്പൂരിൽ കാണാതെ പോയ അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോയ 6 പേർക്കായിട്ട് തെരച്ചിൽ ഊർജിതമായിട്ട് നടക്കുകയാണ്. മണിപ്പൂരിലെ ജിരിബാമിയിലുള്ള അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 8 പേരിൽ ഇനിയും വിവരമൊന്നും ലഭിക്കാത്ത 6 മെയ്തേയ്കളെ മോചിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തിരച്ചിലും സമവായ ചർച്ചകളും ശക്തമാക്കി. ക്യാമ്പിൽ നിന്നും കാണാതായവരിൽ 3 സ്ത്രീകളും 3 കുട്ടികളുമാണുള്ളത്. ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കുക്കികൾ തട്ടിക്കൊണ്ടുപോയ മെയ്തേയ്കളായ 2 പുരുഷന്മാരെ കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. ഇരുവരുടെ മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച കണ്ടെത്തി. ഇവരോടൊപ്പം കാണാതായ മറ്റ് 2 പേരെ കുക്കികൾ വിട്ടയക്കുകയോ സ്വയം രക്ഷപ്പെടുത്തുകയോ ചെയ്തു. കാണാതായ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും മോചിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട എല്ലാവരുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മണിപ്പൂർ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സംയുക്ത സേന തെരച്ചിൽ ഊർജിതമാക്കി. ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾ മുമ്പും നടന്നിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതമായി മടങ്ങിയെത്തിയിട്ടുമുണ്ടെന്നും സർക്കാർ അവകാശപ്പെട്ടു. കഴിഞ്ഞ 7-ന് CRPFുകാരുമായി ഏറ്റുമുട്ടലിൽ കുക്കികളുടെ അവാന്തര വംശമായ ഹമാർ ഗോത്രക്കാരായ 11 പേരെ വെടിവെച്ച് കൊന്നതിന്റെ പിറ്റേന്നാണ് ജിരിബാമിലെ ക്യാമ്പിൽ നിന്നും 8 പേരെ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ 6 പേർക്കായിട്ടാണ് ഇപ്പൊ തെരച്ചിൽ നടത്തുന്നത്. നമ്മളിന്നും പറയുന്ന ഇതുവരെയും കേന്ദ്രം പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇവര് തട്ടിക്കൊണ്ടുപോയത് തന്നെ പിന്നെ സുരക്ഷിതമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അവിടുത്തെ സർക്കാർ അവകാശപ്പെടുന്നത്. ആ സർക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അവര് ഇതുപോലത്തെ മാരക ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ഒരു കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓരോ തവണയും പ്രശ്നങ്ങൾ, അവരാണെങ്കിൽ പ്രശ്നം ഉണ്ടായി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വരെ നിലപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞതാണ് 2 പെൺകുട്ടികൾ നഗ്നരായിട്ട് ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം അത്രയ്ക്കും രൂക്ഷമായി ഇത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടും 3 സ്ത്രീകളും 3 കുട്ടികളും അവിടെ കണ്ട 3 സ്ത്രീകളും 3 കുട്ടികളും, കുട്ടികളെയും സ്ത്രീകളെയും പോലും വെറുതെ വിടാതെ അവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് നോക്കുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എന്താണ്, കത്തിക്കരിഞ്ഞ നിലയിലൊക്കെയാണ് മൃതദേഹം കിട്ടുന്നത്. അപ്പം അത്ര ക്രൂരമായിട്ടാണ് അവര് പെരുമാറുന്നത്. അപ്പം നമുക്ക് എന്ത് പറയണമെന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം ഇവരാണെങ്കിൽ പ്രതികരിക്കുന്നുമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയാണെങ്കിൽ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. മറ്റു രാജ്യങ്ങളിലെ സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹം സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാം, കണ്ടില്ല എന്ന് നടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഒന്ന് പോയി എന്ന് സംസാരിച്ചാൽ ഒരു പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല. എന്തായാലും വീണ്ടും പ്രക്ഷോഭം കൂടിക്കൊണ്ട് ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പം അദ്ദേഹം എത്രയും പെട്ടെന്നൊരു മാർഗം ഇതിന് കാണണം എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കാൻ പോവുകയാണ്. എന്തല്ലേ, മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച എത്ര സിനിമയുണ്ട്? 2020 ഹരികൃഷ്ണൻസ് ഉണ്ട്,
പിന്നെ പിന്നെ വേറെ ഏതാണ്ടായിരുന്നു ഉണ്ടല്ലോ, കടല് കിടന്നൊരു മാത്തുക്കുട്ടി, ഇതിനകത്തില്ലേ? ഗസ്റ്റ് റോളാണ്. പിന്നെ നമ്പർ 20 മദ്രാസ്, ഗസ്റ്റ് റോള്, അങ്ങനെ കുറേ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ 2020 ശേഷം 11 വർഷത്തിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കാൻ പോവുകയാണ്. ഇന്ന് മോഹൻലാൽ കൊളംബോയിലേക്ക് പോകും. അടുത്ത ദിവസം കൊച്ചിയിൽ നിന്ന് മമ്മൂട്ടിയും കൊളംബോയിലേക്ക് പോകും. ഇരുവരും താമസിക്കുന്നത് ഒരേ ഹോട്ടലിലാണ്. ഒരേ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് രണ്ടുപേരും. മലയാള സിനിമയിലെ 2 സൂപ്പർ താരങ്ങൾ ഒന്നിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ നരസിംഹത്തിനകത്തും ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഗസ്റ്റ് റോളല്ല, രണ്ടുപേരും 2020-ലും ഹരികൃഷ്ണൻസിലും എങ്ങനെയായിരുന്നു അങ്ങനത്തെ റോളാണ് ചെയ്യാൻ പോകുന്നത്. മഹേഷ് നാരായണനാണ് സംവിധായകൻ. മമ്മൂട്ടിയും മോഹൻലാലും നായക വേഷത്തിലെത്തിയത് ഒടുവിലത്തെ ചിത്രം 2008 റിലീസ് ചെയ്ത 2020 ആയിരുന്നു. ഇപ്പോൾ ഇവർ വീണ്ടും ഒരുമിച്ചെത്തുകയാണ്. ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ്, ഡൽഹി, ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നിങ്ങനെ വിശാലമാണ് പുതിയ ചിത്രത്തിൻ്റെ ഷെഡ്യൂള്. അപ്പോൾ കരൺ ജോഹറിൻ്റെ ചിത്രങ്ങളുടെ ക്യാമറാമാനായ മാനുഷാണ് ഛായാഗ്രഹൻ. അപ്പോൾ എല്ലാവരും ആരാധകർക്ക് ഭയങ്കര ആവേശത്തിലായിരിക്കും. കാരണം മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒന്നിക്കും. എനിക്ക് ആ മമ്മൂട്ടിയുടെ മോഹൻലാലും നരസിംഹത്തിനകത്തും 2020-ലെയും ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയല്ലേ. അപ്പോൾ അവർ വീണ്ടും നായകനും രണ്ടുപേരും നായകന്മാരായിട്ട് ഒന്നിക്കാൻ പോകുന്നത്. അതായത് 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടുപേരും ഒന്നിക്കാൻ പോകുന്നത്. അതൊരു നല്ല കാര്യം തന്നെ അല്ലേ. അപ്പം നല്ല അടിപൊളി ഒരു പടമായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു.